മുഖ്യമന്ത്രി ചർച്ചയിൽ വി.ഡി. സതീശൻ അനുകൂല നിലപാടിലേക്ക് മുസ്ലിം ലീഗ്. വി.ഡി. സതീശൻ അനുകൂലമായ ജനവികാരത്തെ പരിഗണിക്കണമെന്ന സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് മുസ്ലിം ലീഗ് നൽകും. ജനവികാരത്തെ മാനിക്കാതെ തീരുമാനമെടുക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് ലീഗിന്റെ നിലപാട്. മുഖ്യമന്ത്രി ചർച്ച ഔദ്യോഗികമായി തുടങ്ങിയാൽ ലീഗിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കും. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നു. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനമെടുക്കുക. കോൺഗ്രസ് ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രി സ്ഥാന ചർച്ച സംബന്ധിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രതികരണങ്ങളിലെ ജനവികാരം എന്ന പ്രസ്താവനയാണ് ലീഗിന്റെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല നേതാക്കളുടെയും പേരുകൾ ഉയരുമ്പോഴും ജനങ്ങളുടെ ഇടയിലെ പിന്തുണ വി.ഡി. സതീശനാണെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു. രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന മുന്നണിക്ക് ആത്മവിശ്വാസം നൽകി കൃത്യമായ തന്ത്രങ്ങളിലൂടെ രാഷ്ട്രീയ നിലപാടുകളിലൂടെ UDFിൽ നകന്നുപോയ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടി ഭരണമാറ്റത്തിന് അനുകൂലമായ സാഹചര്യമുണ്ടാക്കുന്നതിൽ വി.ഡി. സതീശൻ എന്ന നേതാവിന് നേതൃപരമായ പങ്കുണ്ടെന്ന് ലീഗ് മനസ്സിലാക്കുന്നു. ഭാവി കാലത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിലൂടെ പുതുതലമുറയുടെ അടക്കം പിന്തുണ സതീശൻ നേടുകയും ചെയ്തിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകളിൽ വി.ഡി. സതീശന് പൊതു പിന്തുണ കിട്ടാൻ ഇതൊക്കെ കാരണമായിട്ടുണ്ടെന്നും ലീഗ് തിരിച്ചറിയുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണെന്ന് അംഗീകരിക്കുമ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള ഈ പൊതു അഭിപ്രായത്തെ തള്ളുന്നതാകരുത് ആ തീരുമാനമെന്നാണ് ലീഗിന് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മുറയ്ക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ലീഗ് നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കും. മുഖ്യമന്ത്രി ആരാണെന്നതിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി കോൺഗ്രസ് നേതൃത്വം കേൾക്കണമെന്ന നിലപാടും മുസ്ലിം ലീഗിനുണ്ട്. ഘടകകക്ഷികളോടൊക്കെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനമെടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ജനവികാരം വി.ഡി. സതീശന് അനുകൂലമാണെന്ന് പറയുന്നതിലൂടെ മറ്റു പേരുകളിലേക്ക് പോകുന്നത് ജനവികാരത്തിനെതിരായിരിക്കുമെന്ന സൂചന കൂടി നൽകുകയാണ് മുസ്ലിം ലീഗ്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.